ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നല്ല ഭംഗിയായിട്ടുള്ള എംബ്രോയ്ഡറി ജോർജറ്റിൽ വരുന്ന സൽവാർ സെറ്റ് ആട്ടോ ഇന്ന് നമ്മൾ കാണുന്നത്. അതിൽ നല്ല മിറർ വർക്ക് വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ബ്ലാക്കിലേക്ക് വരുമ്പോൾ വൈറ്റ് കളറുള്ള എംബ്രോയ്ഡറി പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത്. നേരെ കോൺട്രാസ്റ്റ് ആയിട്ട് വൈറ്റിൽ ബ്ലാക്ക് ആണ് ഇത് വരുന്നത്. അപ്പോൾ ഈ രണ്ട് കളക്ഷൻ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം. ഫസ്റ്റ് പാറ്റേൺ നമുക്ക് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ടോപ്പിൽ ഞാൻ പറഞ്ഞില്ലേ ബ്ലാക്ക് കളറുള്ള ടോപ്പ് വന്നിട്ട് നമുക്ക് അതിൽ വൈറ്റ് കളറുള്ള എംബ്രോയ്ഡറി ആണ് ചെയ്തേക്കുന്നത്. ദാമൻ ഏരിയയിൽ ചെറിയൊരു ക്രോഷ്യയുടെ വർക്ക് വരുന്നുണ്ട്. ബാക്ക് സൈഡും നമുക്ക് ഫുൾ എംബ്രോയ്ഡറി ആയിട്ട് വരും. അത് നല്ല ഭംഗിയായിട്ടുള്ള ജോർജറ്റ് ഫാബ്രിക്കിലാണ് ഈ ഒരു സൽവാർ സെറ്റ് നമുക്ക് വന്നേക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്ക് സെയിം ജോർജറ്റ് ഫാബ്രിക്കിൽ തന്നെയാണ് വന്നേക്കുന്നത്. ഫുള്ളായിട്ടും എംബ്രോയ്ഡറി ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ട് വരുന്ന ദുപ്പട്ടയാണ്. പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ട് 4 സൈഡിൽ ക്രോഷ്യോ ലേസും ദാമനിൽ നല്ലൊരു കാന്ത എംബ്രോയ്ഡറിയും ചെയ്താണ് കൊടുത്തേക്കുന്നത്. ബോട്ടം പ്ലെയിൻ ആയിട്ടുള്ള സെൻഡൂൺ സിൽക്കിൻ്റെ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത്. സെയിം പാറ്റേൺ തന്നെ. സ്ലീവിലും സൈഡിലും ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ. അതിൽ കാന്ത എംബ്രോയ്ഡറി ക്രോഷ്യോയുടെ ലേസ് ആണ് കൊടുത്തേക്കുന്നത്. 2 സൈഡിൽ നമുക്ക് ആ ഒരു പാറ്റേൺ വരുന്നുണ്ട്. ബാക്ക് സൈഡ് ഇതിൻ്റെ പ്ലെയിൻ ആയിട്ടായിരിക്കും വന്നേക്കുന്നത്. ദുപ്പട്ട വരുമ്പോഴത്തേക്ക് നമുക്ക് സെയിം ജോർജറ്റ് ഫാബ്രിക്കിൽ തന്നെയാണ് ദുപ്പട്ട വരുന്നത്. അതിൽ ഫുള്ളായിട്ടും ഈ എംബ്രോയ്ഡറി പാറ്റേൺ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുടെ സൽവാർ സെറ്റ് വരുന്നത്. ബോട്ടം വരുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള സെൻഡൂൺ സിൽക്കിൻ്റെ ബോട്ടമാണ് പെയർ ചെയ്തത്.